പരാതി പഠിച്ചു കഴിയില്ലേ എന്ന ചോദ്യത്തിന് പരാതി പഠിച്ചു കഴിയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനിയും തീവ്രമായ പ്രസംഗങ്ങൾ നടത്താനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, പരിശോധിച്ചു വരികയാണ് എന്നുള്ള മറുപടി വീണ്ടും പ്രതിപക്ഷം ഇത് ചോദ്യം ആവർത്തിക്കുകയാണെങ്കിൽ പറയുമായിരിക്കും. അതിലപ്പുറം ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. കാരണം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രൂപത്തിലാണ് വന്നതെന്നും അവരുടെ പൂർവാശ്രമത്തിൽ അവർ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഇരുന്നതെന്ന് നമുക്കറിയാം. ആ രൂപത്തിലാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ പോസ്റ്റിംഗ് പോലും നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും നടപടിയെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസങ്ങളായി നടത്തുന്ന പ്രസംഗങ്ങൾ പൂർണ്ണമായിട്ടും മുസ്ലിം വിരുദ്ധമായ പ്രസംഗങ്ങളാണ് നടത്തുന്നത്. രാഷ്ട്രീയ വിരോധത്തിനനുസരിച്ച് മുസ്ലിം വിരുദ്ധം ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് മാനിഫെസ്റ്റോയെക്കുറിച്ച് പറയുന്നത്. എന്നും പറഞ്ഞു അത് മുസ്ലിം ലീഗ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ലീഗിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റേതെന്ന് പറയുന്നു. അത്രത്തോളം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തിയൊക്കെ മുൻപ് പതാകയുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറഞ്ഞിരിക്കുന്നത്.